Good morning. Welcome to English class. How are you? I think you are fine there. Stay safe and healthy. How is your studies going on? All of you studying well? Okay. Then, in the previous class, we have taken some activities. That is describing words and some antonyms also we have studied in the previous class. Today, I am going to take next activity, activity 5. In your textbook, activity 5. Take your textbook and listen to activity 5, 2. Use of 2. We have already studied some words used to connect sentences or words. What are they? Some words we use to connect sentences or words. സെന്റൻസുകളെയോ വാക്കുകളെയോ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണാവ? And is used to connect sentences and words also. വേർഡ്സിനെയും രണ്ടിലധികം വേർഡ്സിനെയും അല്ലെങ്കിൽ ഒന്നിലധികം സെന്റൻസിനെയും കണക്ട് ചെയ്യാനായിട്ട് ആൻഡ് ഉപയോഗിക്കുന്നുണ്ട്. Another one, but also we have studied. Then next is to. To also we used to connect sentences. സെന്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് to ഉപയോഗിക്കുന്നുണ്ട്. Then in your textbook, activity 5, listen to the first sentence. The solo was too tired, so he was unable to fly. ഇത് ഒരേ വിഷയമാണ് രണ്ട് സെന്റൻസിലും പറയുന്നത് അല്ലേ? The solo was too tired, so he was unable to fly. ഇത്തരം സെന്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് to ഉപയോഗിക്കാം. എങ്ങനെ കണക്ട് ചെയ്യാം? സെയിം ഐഡിയ വരുന്ന സെന്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് to ഉപയോഗിക്കാം. അപ്പൊ ഈ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് സോളോ വാസ് ടു ടയേർഡ്, സോ ഹി വാസ് അൺഎബിൾ ടു ഫ്ലൈ. സെയിം ഐഡിയ ആണ് പറയുന്നത്. അപ്പോ ഇത്തരത്തില് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? യെസ്, ലിസൺ. The solo was too tired, so he was unable to fly. ഇങ്ങനെ കണക്ട് ചെയ്യാം. The solo was too tired, so he was unable to fly എന്നതില് the solo was too tired to fly. ഫസ്റ്റ് സെന്റൻസ് അതേപോലെ എഴുതി സെക്കൻഡ് സെന്റൻസിൽ എവിടെയാണോ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ എഴുതാം. ഓക്കെ, once more listen. The solo was too tired, so he was unable to fly. എങ്ങനെ കണക്ട് ചെയ്തു? The solo was too tired. ഫസ്റ്റ് സെന്റൻസ് അതേപോലെ എഴുതി. The solo was too tired. ഫസ്റ്റ് സെന്റൻസ് അതേപോലെ തന്നെ എഴുതി. സെക്കൻഡ് സെന്റൻസ് എവിടെയാണോ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് മുതൽ എഴുതാം. Too tired to fly. അപ്പൊ to എന്നത് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഈ to എന്നത് അടുത്തടുത്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഇതേപോലെ. ഓക്കെ, too tired to fly. Next one, the leaden heart was very hard, so it was unable to be melted. ഫസ്റ്റ് സെന്റൻസിൽ ചെയ്ത പോലെ, പക്ഷെ ടു എന്നതോടെ ഉപയോഗിച്ചിട്ടില്ല. ഫസ്റ്റ് സെന്റൻസിൽ ടു എന്നൊരു ഉപയോഗം വന്നിട്ടില്ല. അപ്പോ ടു എന്നൊരു മീനിങ് വരുന്ന ഒരു വേർഡ് അവിടെ വന്നിട്ടുണ്ട്. അതേതാണ്? വെരി. വെരിയുടെ മീനിങ് ടു എന്നാണ്. ഓക്കെ, അപ്പൊ ഈ വെരി എന്നതിന് ഇൻസ്റ്റെഡ് ഓഫ് വെരി വി ക്യാൻ യൂസ് ഹിയർ ടു, TOO, ടു എന്നത്. Then how can I this? The leaden heart was too tired. Then സെക്കൻഡ് സെന്റൻസിൽ എവിടെയാണോ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ എഴുതാം. The leaden heart was too tired to be melted. Too tired, no, sorry, too hard. Too hard to be melted. Too hard to be melted. The leaden heart was too hard to be
melted. Third one, the boy's mother was very poor. So she was unable to buy medicine for him. How can we combine these two sentences? Tell me. Yes, the boy's mother was too എന്നതിന് പകരം ഉപയോഗിച്ച വേർഡാണ് very. The boy's mother was too poor. Then എവിടെ to start ചെയ്തിരിക്കുന്നത് to buy medicine for him. The boy's mother was too poor to buy medicine for him. Okay. Then last one. It was very cold. The swallow was unable to fly. It was very cold. The swallow was unable to fly. How can we connect this? Yes. It was too cold to fly. It was too cold to fly. അപ്പോൾ ടു എന്നത് ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, once again listen. The swallow was too tired, so he was unable to fly. ഈ രണ്ട് സെന്റൻസുകൾ എങ്ങനെ കണക്ട് ചെയ്തു നമ്മൾ? ഫസ്റ്റ് സെന്റൻസ് അതേപോലെ തന്നെ എഴുതി, സെക്കൻഡ് സെന്റൻസിൽ എവിടെയാണോ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് എഴുതാം. So the swallow was too tired to fly. പിന്നെ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേറെ സെന്റൻസ് ആയി മാറി. അപ്പൊ ഫുൾ സ്റ്റോപ്പ് മാറ്റി നെക്സ്റ്റ് സെന്റൻസിലെ ടു മുതൽ എഴുതാം. Too tired to fly. Then the leaden heart was very hard, so it was unable to be melted. ഇതില് to എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല. Instead of that they gave here very. So instead of very we can use the to. So how can I change this? The leaden heart was too hard to be melted. Too hard to be melted. Second sentence le to mudal ezhudam. Next one, the boy's mother was very poor, so she was unable to buy medicine for him. The boy's mother was, as like second sentence, too poor to buy medicine for him. Okay. Then last one, it was very cold. The swallow was unable to fly. Yes, it was too cold to fly. It was too cold to fly. So to we can use here to connect sentences. എത്തരം സെന്റൻസുകളെയാണ്, എങ്ങനെയുള്ള സെന്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ടാണ്? സെയിം ഐഡിയ വരുന്ന തരം സെന്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് ടു ഉപയോഗിക്കാം. അപ്പൊ ഒരു കണക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് നമുക്ക് എന്തും കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ് ടു ആൻഡ് ബട്ട് എന്നതുപോലെ ടു എന്ന് തന്നെയാണ് കണക്റ്റിംഗ് വേർഡ്സ് തന്നെയാണ്. Okay, I think you understood this well. Okay, next one, activity 6, make request. What is mean by request? ഏതൊക്കെയാണ് റിക്വസ്റ്റുകൾ വരാവുന്നത്? നമുക്ക് ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാം, റിക്വസ്റ്റ് അല്ലേ വരാ? ഓക്കെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ, അത് റിക്വസ്റ്റ് ആണ്. അത്തരത്തിൽ ഒരുപാട് എനിക്കൊരു പേന തരൂ, അല്ലെങ്കിൽ എനിക്കൊരു 10 രൂപ കടം തരൂ, ആ രീതിയിൽ ഉള്ള സെന്റൻസുകളെല്ലാം റിക്വസ്റ്റുകളാണ്. How can we make request? We know what are the requests, but how can we make it? For making a request, we can use some expressions like can you please, could you please, would you please, would you mind, if you don't mind. ഇത്തരം എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിക്വസ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചുമ്മാ നമുക്ക് പറയാൻ പാടില്ല ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് റിക്വസ്റ്റ് ആവില്ല. കുറച്ചും കൂടെ ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് ഒരു ഓർഡറിന്റെ രീതിയിലേക്ക് പോകും. റിക്വസ്റ്റ് ആവണമെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം? ഇതിലേതെങ്കിലും ഈ എക്സ്പ്രഷൻസിൽ ഏതെങ്കിലും ഉപയോഗിച്ചായിരിക്കണം നമ്മൾ ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യേണ്ടത്. എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. Can you please, could you please, would you please, would you mind, if you don't mind. ഇതിൽ ഏതെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. Okay, and one activity also there.
Read the following statements and change them into recurse using any of the expressions given above. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റിലായിരിക്കും. ഓപ്പൺ ദ ഡോർ, then give me a glass of water, then read the lesson to me. നമ്മൾ സാധാരണ ഒരു ഓർഡറോ റിക്വസ്റ്റോ ഒന്നുമില്ലാതെ പറയുന്ന സെന്റൻസുകളൊക്കെ സ്റ്റേറ്റ്മെന്റുകളാവും. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് മുഴുവനും നമുക്ക് എന്താക്കി മാറ്റണം? We want to change the statements into request by using the expressions like can you please, could you please, would you please, would you mind, if you don't mind. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. We have to change the statements into request. Okay, the first one. What is the first statement? Open the door. How can we make this sentence into? How can we change the sentence into request? Any of the expression we can use then. I used here. Can you please open the door? Can you please open the door? And question mark also. Can you please open the door? Then the statement open the door changed into request. Can you please open the door? Okay. Don't put the question mark here. It's very important. Okay. Next one. Bring the attendance register to the office. Bring the attendance register to the office. How can we change it? And I used here. Could you please bring the attendance register to the office? Could you please bring the attendance register to the office? Okay. Next one. Give me a glass of water. Give me a glass of water. Would you please give me a glass of water? Would you please give me a glass of water? ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ഏത് എക്സ്പ്രഷൻ വേണമെങ്കിലും എഴുതാം. Okay. Then, would you please give me a glass of water? Next, lend me 10 rupees. Lend me 10 rupees. ഇങ്ങനെ എഴുതാം. ഈ ഒരു ഒറ്റ എക്സ്പ്രഷൻ മാത്രം ശ്രദ്ധിക്കുക. Would you mind? Would you mind എന്ന് ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ കൂടെ ഒരു ing ഫോം ചേരണം. വെർബിന്റെ ing ഫോം ആണ് ഈ would you mind എന്ന ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതാം? അതിന് മാത്രം ചെറിയൊരു മാറ്റം. Would you mind? Would you mind lending me 10 rupees? അപ്പൊ വെർബിന്റെ lend എന്ന വെർബിന്റെ കൂടെ ing ചേരുന്നു. അപ്പൊ would you mind ഉപയോഗിക്കുമ്പോൾ മാത്രം വെർബിന്റെ ing ഫോം ഉപയോഗിക്കാം. What is the verb here? Lend. Lend കടം വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ lendന്റെ ing ഫോം ഉപയോഗിക്കാം. Would you mind lending me 10 rupees? Would you mind lending me 10 rupees? Okay. Next one. Read the lessons to me. Read the lessons to me. One more expression is balanced. That is, if you don't mind. If you don't mind, read the lessons to me. വിരോധമില്ലെങ്കിൽ, if you don't mind, read the lessons to me. Okay. The next one, carry my bag to school. Carry my bag to school. വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Can you please carry my bag to school? അതായത് എല്ലാ എക്സ്പ്രഷൻസിന്റെയും യൂസേജ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് എക്സ്പ്രഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. Would you mind ഉപയോഗിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, വെർബിന്റെ കൂടെ ing ചേർത്ത് എഴുതും. That's it. Okay. Then next one, sharpen my pencil. Could you please sharpen my pencil? Could you please ഉപയോഗിച്ചു. Next one, put a full stop here. Then again, would you please put a full stop here? Would you please ഉപയോഗിച്ചു. Would you please put a full stop here? Next one, buy me a toy car. Buy me a toy car. നമുക്ക് would you mind ഉപയോഗിച്ച് എഴുതുമ്പോൾ would you mind buy എന്ന വെർബിന്റെ ing ഫോം ഉപയോഗിക്കുക. buying. Would you mind buying me a toy car? Okay. Next one, shut the window. Shut the window. If you don't mind, shut the window. If you don't mind, shut the window. Then next one, chain the dog.
Can you please change the dog? Okay. അപ്പോൾ എല്ലാ തരം എക്സ്പ്രഷൻസും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്സിനെ മുഴുവനും റിക്വസ്റ്റ് ആക്കി മാറ്റി. Okay. Once more I shall read it. Listen. Open the door. Can you please open the door? Bring the attendance register to the office. Could you please bring the attendance register to the office? Next one. Give me a glass of water. Would you please give me a glass of water? Lend me 10 rupees. Would you mind lending me 10 rupees? Next one, read the lessons to me. If you don't mind, read the lessons to me. Next one, carry my bag to school. Can you please carry my bag to school? Sharpen my pencil. Could you please sharpen my pencil? Next one, put a full stop here. Would you please put a full stop here? Next one, buy me a toy car. Would you mind buying me a toy car? Shut the window. If you don't mind, shut the window. Then chain the dog. Can you please chain the dog? Okay. These are the statements we have changed into request. Okay. Then next one, activity 7. Look at the following sentence. The happy prince looked so sad that the little swallow was sorry. What made the swallow sorry? The swallow was sorry because the prince looked so sad. അപ്പോ ഇവിടെ പ്രിൻസ് സാഡ് ആവാൻ സോളോ അല്ലെങ്കിൽ പ്രിൻസ് സാഡ് ആവാനുള്ള കാരണം എന്നൊരു വേർഡാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. What is that word? Because. Okay. Then ഈ ആക്ടിവിറ്റി because എന്നൊരു വേർഡ് ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Already we have used some words to connect sentences. ഏതൊക്കെയായിരുന്നു? And, but, to. ഈ മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി ഉപയോഗിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് because. Okay. Then the wall is very high. The dog cannot catch the cat. അവിടെ ഒരു wall തന്നിട്ടുണ്ട് and one picture of a cat and dog also there. Then can the dog catch the cat? ആ ഡോഗിന് കാറ്റിനെ പിടിക്കാനായിട്ട് സാധിക്കുമോ? The wall is very high. wall വളരെ ഉയരത്തിലാണ്. The dog cannot catch the cat. അപ്പൊ നമുക്ക് ഈ രണ്ട് സെന്റൻസുകളെ എങ്ങനെ കണക്ട് ചെയ്യാം? because എന്ന വേർഡ് ഉപയോഗിച്ച് how can we connect the two sentences? The wall is very high. The first sentence. The dog cannot catch the cat. How can we connect this? Yes, the dog cannot catch the cat because the wall is very high. The dog cannot catch the cat because the dog is the wall is very high. Next one. The bus is full of passengers. The bus is full of passengers. The girl cannot get into it. ബസ്സിൽ നിറയെ യാത്രക്കാരാണ്. ആ കുട്ടിക്ക് ബസ്സിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. Then how can we connect? The girl cannot get into the bus. The girl cannot get into the bus because കാരണം it is full of passengers. വീണ്ടും ബസ് എന്നത് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ഉപയോഗിക്കാം? it ഉപയോഗിക്കാം. Okay. The girl cannot get into the bus because it is full of passengers. അപ്പോ ബസ് എന്നതിന് പകരം ഉപയോഗിച്ച pronoun ആണ് it. Okay. Next one. The frock is very small. The girl cannot wear it. എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാം? The girl cannot wear the frock because വീണ്ടും ഫ്രോക്ക് ഉപയോഗിക്കരുത്. അതിന് പകരം വരുന്ന pronoun ആണ് it. It is very small. It is very small. Then the last one. The river is very wide. The boy cannot swim across it. അപ്പോ
Yes, the boy cannot swim across the river because വീണ്ടും river ഉപയോഗിക്കണോ വേണ്ട. It is very wide. Okay, because it is very wide. Okay. ഇത്രയാണ് 3 activity I have taken today. Then I think you understood well. If you have any doubt, call me. Then complete your textbook and notebook also. Study well. Let's meet in the next class. Thank you. Have a nice day.